ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നല്ല, സ്പെഷ്യൽ ഡേ മറ്റന്നാ, പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് വന്നത്. എന്ത് കഥയെന്നറിയോ, നമ്മളെ ഏട്ടത്തിൻ്റെ മോളില്ലേ മുട്ടായി കൊടുക്കൽ ചടങ്ങ്, എൻഗേജ്മെൻ്റ് അല്ല, അതിന് മുമ്പായിട്ടുള്ളൊരു സംഭവം. കുറേ ഉണ്ട് പറയാൻ. മാഷാ അല്ലാഹ് നല്ല വലിച്ചിന് മറ്റന്നാൾ മുട്ടായി കൊടുക്കൽ ചടങ്ങ്. അപ്പോൾ ഇന്ന് അതിൻ്റെ മൈലാഞ്ചി വെക്കൽ. മൈലാഞ്ചി വെക്കലില്ലെങ്കിൽ എല്ലാവരും നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ടായി. ഓളെ ഫാമിലീന് നമ്മുടെ ഏട്ടത്തിമാരെയും വിളിച്ചിട്ടുണ്ടായി. അവളെ അപ്പോഴേക്ക് നമ്മൾ എന്താക്കി എന്തെങ്കിലും വിളിച്ചാക്കണം. ഏട്ടത്തി എല്ലാത്തിനില്ലേ നമ്മളെ ഫങ്ഷനും നമ്മളെ ഫാമിലിയിൽ എന്തുണ്ടാകും മുൻകൈ എടുത്തിട്ട് ഓളെന്നെ എല്ലാം ഞങ്ങളെ നേരാക്കിയിട്ട് ഒരു നമ്മളെ വലം കഴിയുന്നതെന്ന് പറയും. നമ്മളളിയാവും ഏട്ടത്തിയും എല്ലാം നേരാക്കി തരുവോളെ. അപ്പം ഞമ്മ പറയുന്നുണ്ടായി നമ്മൾ നല്ല കളറാക്കണം, ഫങ്ഷൻ അടിപൊളിയാക്കണം, പുൽസാക്കണം, മജാക്കണം എന്നിട്ട് ഇനി ഞങ്ങൾ ഇങ്ങനെ ഇടുന്ന സൈൻ്റെ തന്നെ ബാക്കിൽ ബിസിയാക്കുന്നത്. ഷോറെല്ലാം ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. നമ്മളെ പിന്നെ ഈ തിരക്കും അതും ഇതെല്ലാം ആയിട്ട് ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ലേറ്റാണ് എത്തുമ്പോൾ ആയത്. പക്ഷെ ഇതെല്ലാം ഇല്ലേ ഞാൻ അനിയത്തിൻ്റെ വീഡിയോസ് ഉണ്ടാക്കിച്ചതാന്ന് പറഞ്ഞാൽ മഷാല കാണുമ്പോൾ മജയുണ്ടല്ലോ. ഞാൻ എത്തുമ്പോൾ ഏകദേശം ഒരു 9 മണി 10 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതെല്ലാം ഇല്ലേ ദൂരത്താളെന്തല്ല ഏട്ടത്തിൻ്റെ ഇച്ചാൻ്റെ മക്കള്, മരിയക്കള്, മച്ചുഞ്ചിൻ്റെ മക്കള്, അങ്ങനെ അടുത്ത പൊരക്കാറന്നെ മഷാല. ഓറില്ലേ ബദിർക്കാറെന്നെങ്കിൽ ഒരു വേറെ തന്നെ വൈബ് ഫാമിലി അറിഞ്ഞാൽ. ഏട്ടത്തിൻ്റെ മോളെ പാട്ടെല്ലാം പാടിച്ചിട്ട് അമ്മായിമാറും കുഞ്ഞാമാറും അമ്മായിമാറും മക്കളും എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരു മൈലാഞ്ചിയും മംഗലം പോലെ തന്നെ മഷാല ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എൻഗേജ്മെൻറ്റ്, മുട്ടായി കൊടുക്കൽ ചടങ്ങ് അതുപോലല്ല, ഒരു മംഗലം പോലെ തന്നെ ഉണ്ട്. ഏട്ടത്തി നമുക്കെല്ലാവർക്കും ആൾക്കാരെ ഇഷ്ടം ഭയങ്കര ഈ ആൾ കൂടുന്ന ഫങ്ഷനാക്കുന്ന എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചിരിയും ബിസിയും കളിയെല്ലാം ആക്കുക, അതെല്ലാം ഒരു ഭയങ്കര ഇഷ്ടം. പണ്ട് എൻ്റെ ഉമ്മാക്കേ ഇഷ്ടമാണ്. എൻ്റെ ഉമ്മാക്കില്ലേ വിരുന്നാക്കുന്നതും ഫാമിലീനെ വിളിക്കുന്നതും എല്ലാവരും ഒന്നിച്ചിട്ട് കൂടുന്നു അതെല്ലാം പണ്ടേ ഞാൻ അതേ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഈ ആൾ കൂടലും ഒന്ന് ഒരുമിച്ച് നിൽക്കലും അതെല്ലാം എന്തോ ഒരു ഇഷ്ടം. അത് മാപ്പിളുടെ ഫാമിലി, ഉമ്മൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അവളെ ഫാമിലി ഇല്ല, എല്ലാവരും എന്തോ ഒരു ഒന്നിച്ചിട്ട് കൂടുമ്പോൾ ഒരു മജ വേറെ തന്നെ. പിന്നെ ബദീർക്കാരുടെ ഒരു വൈബ് സ്പെഷ്യൽ വൈബാന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ്. ഏട്ടത്തിൻ്റെ കളിയാൻ്റെയും ബദീർക്കാരെയും കഥകൾ വിഷയം പറഞ്ഞെങ്കിലേ ഒരു വീഡിയോ ഒന്നും പോരാ, അത്രയുണ്ടോ അവരെ കുറിച്ച് പറയാൻ. അപ്പോൾ ഇല്ലേ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പാർട്ട് 2 ഞാനിടുന്നുണ്ട്. ഇതിനാട്ടി മജയാണ് പാർട്ട് 2 കാണാൻ. അപ്പോൾ അടുത്ത മുട്ടായി കൊടുക്കൽ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ പാർട്ട് 2 വീഡിയോ ഞാൻ ബാക്കിയുള്ളതെല്ലാം പറയാവേ. അപ്പോൾ ഇല്ല അതെല്ലാം പാട്ടും കളിയും ഗൗജിയും പൊലിസും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം പൊരുക്കെത്തുമ്പോഴേക്ക് നല്ല രാത്രി ആയി, 1 മണി 1:30 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെയാണെന്നോളൂ മൈലാഞ്ചി വെക്കൽ ഫംഗ്ഷൻ ആക്കിയത്. എന്തെങ്കിലും പിറ്റേ ദിവസം ഞാൻ വർക്ക് കഴിഞ്ഞിട്ടെല്ലാം പോലെ ചെയ്യണമെന്നില്ലേ, അതിന് ഒരു ദിവസം മുമ്പ് മൈലാഞ്ചി വെച്ച് പിറ്റേ ദിവസം ഫ്രീ ആയിട്ട് പിറ്റേ ദിവസം മുട്ടായി കൊടുക്കൽ ചടങ്ങ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഒരു കുഞ്ഞ് കേക്ക് മുറിയെല്ലാം ആയിട്ട് വന്നതാണ്. അപ്പോൾ ആ മൈലാഞ്ചി വെക്കുന്ന ആളെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോകാനൊക്കെ കഴിഞ്ഞ് നേരത്തില്ലേ അവൾ മൈലാഞ്ചി വെക്കുന്നതിൻ്റെ ഇടയിൽ കേക്ക് കെട്ടാക്കാൻ വന്നതാണ്. ഗ്യാരൻറ്റിനെ പിന്നെ നോക്കിയ ഇഷ്ടത്ത് എത്ര കൂട്ടി ഇപ്പോൾ പോകുന്ന തന്നെയല്ലേ ഗ്യാരൻറ്റി. ഇപ്പം ഞങ്ങൾ പറയുന്നത് ചെറിയ മൊയിലോ തയ്ക്കുന്നെങ്കിലും ജനറേറ്ററൊക്കെ ഉണ്ട് അവസ്ഥ അങ്ങനെ പോകുന്നുണ്ടാന്ന് ഗ്യാരൻറ്റി. ഒരിക്കൽ വരുന്നു അങ്ങനെ അടുത്ത കഥകളും പരിപാടിയും കാര്യങ്ങളും മജയും പൊൽസും ചിരിയും എല്ലാം കഴിഞ്ഞിട്ടില്ലേ രാത്രി വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഇന്ന് കുറച്ച് നല്ലൊരു ഫ്രീ ഡേ ആണ്. ഇന്നൊരു ഓർഡറൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ടില്ല. ഞാൻ ഇങ്ങനെ പുറത്തെല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പുറത്ത് വരാനോ നോക്കാനോ ഒന്നിനും ടൈമില്ല. അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അസ്രൂൻ്റെ അമ്മായി, അളമ്മൻ്റെ മക്കള്, അമ്മായിൻ്റെ മോള്, കാക്ക മഷാല എല്ലാവരും വരുന്നത്. അപ്പോൾ അതാ വന്നിട്ട് ആ മഞ്ഞില്ലേ ഇച്ചാൻ്റെ നെല്ലിക്ക തൂങ്ങുന്നുണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ. ആടെ തന്നെ അമ്മേൻ്റെ മോളും പുള്ളമാരെല്ലാം സ്റ്റക്കായി, നെല്ലിക്കാവും ചമ്പക്കെല്ലാം കണ്ടിട്ടില്ലേ ആടെ തന്നെ സ്റ്റക്കായിന് താഴോട്ടിങ്ങനെ അതിങ്ങനെ ഗെല്ല് താണിട്ടുണ്ട്. ഇച്ചതിൻ്റെ മക്കളെ പോലെയാണ് നോക്കുന്നത്, എന്തെല്ലോ ഇട്ടിട്ട് ഇതാക്കിയിട്ടല്ലോ അങ്ങനെ അത് താണ്ടില്ല ഇങ്ങനെ ഉണ്ട്. പിള്ളേർക്ക് കണ്ടിട്ട് പെരുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ടതും സുർക്കഴിച്ച് തിന്നതും മുളക് ഇട്ട് തിന്നതാ എന്താക്കിയതറിയില്ല അങ്ങനെ ആക്കിൻ്റെ മുള്ളമാർ. അപ്പോൾ ഇതളമ്മാൻ്റെ മെരിയോള്, അവളെ മക്കള്, പിന്നെ കാക്ക, അമ്മായി, അളമ്മൻ്റെ മോള്, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായി. മുമ്പെല്ലാം ഞാൻ ഇങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ട് പോലും വരണം കൂടുതലായി. പക്ഷെ ഇപ്പോൾ കുറേ ഗ്യാപ്പായിട്ട് പോകുന്ന വരുന്ന പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു നേരെ വരാൻ കഴിയല്ലേ ഓർക്കായെങ്കും നമുക്കായെങ്കും. അങ്ങനെ എല്ലാ ചോറും കറിയും സംഭവങ്ങളെല്ലാം വെച്ചിട്ടായതിനു ശേഷം ഡെസേർട്ട് ഞാൻ്റെ ഒരു പുഡിങ് ആക്കിയിട്ടുണ്ടായി. അങ്ങനെ പുഡിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രിക്ക് എനിക്ക് ചെറിയൊരു ഓർഡർ ഉണ്ടായി. അങ്ങനെ ആ ഓർഡറിൻ്റെ
ഓർഡറിൻ്റെ വെള്ളപ്പത്തിന് ഞാൻ ഇറക്കുന്നുണ്ട് ഓരോ ചോറും കറിയെല്ലാം അതിന് ശേഷം പിന്നെ ഇടയിൽ ചോറിക്കുന്നത് ഉണ്ടാക്കുന്നത് ഒന്നും എടുക്കാനേ ടൈം കിട്ടിയിട്ടില്ല. പുള്ളറയിലോ ഫോണും കൊണ്ട് പോയിന്. ഈ പുള്ളന്മാർ എന്തറിയോ നല്ലൊരു ഐഡിയ, ആരെങ്കിലും വന്നെങ്കിലേ ഫോണും കൊണ്ട് പോകാഞ്ഞ വയ്യില്ല. പിന്നെ ഞാൻ മാത്രം മെയിൻ ആക്കുന്നില്ലല്ലോ ഫോണിന്. അടുത്തോളം നമ്മൾ എടുക്കുമ്പോൾ ലോക്ക് ഇട്ടിട്ട് എല്ലാം ഇതാക്കിയിട്ട് വെക്കും. പക്ഷെ ആരെങ്കിലും വന്നെങ്കിൽ ഒരേറ്റ വച്ചല് ഫോണും കൊണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മഹരീബിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ എന്തൊക്കെയാ ഒരു ഓർഡറിൻ്റെ ഒന്ന് കൊടുക്കാണ്ടേ അങ്ങനെ അതിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചുട്ടിട്ടല്ല അതിൻ്റെ ആളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വെള്ളപ്പം പുളിവെള്ളം മാത്രമേ ഉണ്ടായിന്. അങ്ങനെ അത് ചുട്ടിട്ടതിന് ശേഷം ഇല്ലേ പിന്നെ അതിൻ്റെ ഡെലിവറി കൊണ്ടുപോയിട്ടായിട്ട് വേഗം കിടന്നിട്ടുണ്ടായി. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഏട്ടത്തിൻ്റെ മോളെ മുട്ടായി കൊടുക്കൽ ചടങ്ങിൻ്റെ ഒരു ചുരുക്കങ്ങളെല്ലാം സെറ്റാക്കാനുണ്ട്. ഒന്ന് ടൗണിൽ പോകണം, ഒന്ന് പിള്ളേരെല്ലാം മുടിയെല്ലാം സെറ്റാക്കണം, എന്തെല്ലാം പണിയുണ്ടായി. അപ്പോൾ ഞാൻ എന്താക്കി ഇന്ന് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രീ ആയിട്ടില്ലേ മുറ്റത്തെല്ലാം ഇങ്ങനെ നടക്കലാന്ന്. അപ്പോൾ നമുക്ക് ഓർഡർ ഇവിടെ പോകാനുണ്ടെങ്കിൽ ഇതാക്കുന്നെങ്കിലല്ലേ ഞാൻ ഓർഡർ എടുക്കല, നമുക്കന്ന് ഫ്രീ ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ ഓർഡർ എടുക്കാണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ കുറേ ആളെന്നോട് ചോദിക്കലുണ്ടായിന് ഹോട്ടൽ തുടങ്ങിയെങ്കിൽ നല്ലതല്ലേ, ഒരു തന്നാസ് കിച്ചൺ ഒന്ന് തുടങ്ങാൻ, നല്ല ടൗണിലെല്ലാം തുടങ്ങി ഫേമസ് ആയില്ലേ, എന്തായാലും അങ്ങനെ ഇങ്ങനെ കുറേ ആൾ നമുക്ക് മുന്നേ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഒന്ന് നല്ലത് തുടങ്ങിയെന്ന്. പക്ഷെ ഹോട്ടലെല്ലാം തുടങ്ങിയ പിന്നെ നമ്മൾ എപ്പോഴും ഹോട്ടലായിട്ട് നമുക്കൊരു മടുപ്പാവും. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ജോബിനോട് തന്നെ നമുക്കൊരു വേണ്ടാന്ന് ആവും. ഇതെങ്കിൽ നമ്മൾ പോരല്ലേ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക, ഇഷ്ടമില്ല അങ്ങ് എടുക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോവാം. വേണ്ടെങ്കിൽ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ഇന്ന് ഇടം പോവാണ്ടെങ്കിൽ ഓർഡർ ക്യാൻസലാക്കാം അങ്ങനെ. പക്ഷെ ഹോട്ടലെല്ലാം അങ്ങനെയല്ല, ഡെയിലി തുറക്കണോ അവിടെ നിൽക്കണോ അടുത്ത കാര്യങ്ങൾ അതൊരു തലമ്പലോ എന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്. ഇതെങ്കിലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം, ഇന്ന് മൂടില്ല ഓർഡർ എടുക്കണ്ട അങ്ങനെയല്ലല്ലേ. അപ്പോൾ ഓർഡറെല്ലാം എടുത്തിട്ട് ചേച്ചിമാർ വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഫ്രീ ആണ്, നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല കൊണ്ടുപോയിട്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ഹോട്ടലിനോട് ഇപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് വന്നിട്ടാ, ഇനി വരുമോയെന്നറിയാലോ കുറച്ച് കഴിയുമ്പോൾ പറ്റുമോ അങ്ങനെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡേ ആണ്, എന്ത് പരിപാടിയില്ല. അപ്പോൾ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് വൈകുന്നേരം. അപ്പോൾ നമുക്കൊന്ന് ടൗണിലേക്ക് പോകാനുണ്ട് കുമ്പളക്കെല്ലാം. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് രാവിലെ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ മുറ്റത്തെല്ലാം ഞാൻ നെല്ലിക്കാവും ചാമ്പക്കാവും എല്ലാം നോക്കുന്നുണ്ട്. ഇച്ച വെള്ളം കുടിക്കുന്ന തന്നെ ഉണ്ട്. മഷാല ഇങ്ങനെ രാത്രിയും പകലൊന്നുമില്ലാണ്ട് വെള്ളം പൊടിച്ചിട്ടും അതിലേക്കുള്ള ഇട്ടും സംഭവങ്ങളെല്ലാം ഇട്ട് കഷ്ടപ്പെട്ടിട്ടാക്കിയതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇച്ച ചാമ്പക്ക പറിക്കുമ്പോൾ താഴെയുള്ളതൊന്നും നമ്മൾ പറിക്കാൻ പറ്റില്ല. അത് മഹദിനും ഐശുക്കും നിന്നിട്ട് എൻ്റെ മോനിക്കും ചെറിയ മച്ചൻ്റെ മോനില്ലേ, അത് ചെറുത് രണ്ടാൾ ഓരിങ്ങനെ താഴേക്കന്നെ പറഞ്ഞിട്ട് ഓറന്നെ പറിക്കൂ. അതിന് വേണ്ടിയിട്ടില്ലേ ആ താഴെയുള്ളതിനെ ആരിച്ച പറിക്കാൻ പറ്റില്ല, 2 പിള്ളേർക്ക് വേണമിട്ട്. ഞങ്ങൾക്ക് ഓർമ്മയില്ല മക്കളെ ഇച്ച അതിനത് സെറ്റാക്കി വെച്ചിന് താഴെയുള്ളതിനെ പറിക്കേണ്ടിട്ട്. അപ്പോൾ തന്നു മിന്നു എല്ലാം ഇതിൻ്റെ അടിയിൽ തന്നെ അറിഞ്ഞാൽ ഇത് നല്ല വാങ്ങാം. നമ്മളെ മുറ്റത്ത് തന്നെ ഇല്ലേ ഇച്ചാൻ്റെ ചാമ്പക്കാങ്കും ഉള്ളത് നമ്മളെ മുറ്റത്ത് തന്നെ അറിയാം. അതെന്തൊരു തയ്യോ അങ്ങനെ നമുക്ക് ഇതിപ്പോൾ മറ്റേ പുഷ് ഓറഞ്ച് ഇല്ലേ അതിൻ്റെ പിന്നൊന്ന് ഇങ്ങനത്തെ എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലേ തൈ നടുന്ന അതിൻ്റെ ഒരു നോക്കുന്നയോ ഇതാക്കുന്നില്ല ഭയങ്കര ഇഷ്ടം അറിഞ്ഞാൽ. ഇവിടെ നല്ലൊരു മുരിങ്ങ ഉണ്ടായി ഇവിടെ തന്നെ എൻ്റെ മുറ്റത്ത് തന്നെ. അത് ഇൻ്റർലോക്കെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ചപ്പലെല്ലാം കൊണ്ട് പുറകച്ചറാന്ന് അങ്ങനെ മുരിങ്ങനെ മനസ്സോടെ നമുക്ക് കൊത്തണ്ടോന്ന് നല്ല പൊടിച്ചോണ്ടായി കുറച്ച് ഞാൻ അന്നുള്ളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നത് അങ്ങനെ. അപ്പോൾ ആ നെല്ലിക്കയുണ്ട്, വെത്തലുണ്ട്, ചെന്തല്ലോ നടും, മറ്റേ പപ്പായ എല്ലാം നട്ടിട്ട് നമുക്ക് തന്നെ തരും. മാങ്ങ ചക്ക തേങ്ങ നെല്ലിയാണെങ്കിൽ എല്ലാം മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് വെത്തല മറ്റേ ഇതില്ലേ എന്തിപ്പാ മറ്റേ പേര് മുട്ടപ്പായോ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട് സംഭവങ്ങൾ. ഓരോരിക്കും നമുക്ക് നല്ല ഫ്രീ ടൈമിൽ ഇങ്ങനെ നോക്കാം, ഒരു വൈകുന്നേരം രാവിലെ അല്ലേ ഇങ്ങനെ കറങ്ങിയിട്ട് നോക്കാൻ നല്ല വാങ്ങാം, നല്ലൊരു മൂടുള്ള മറ്റേ ചെറിയ അടുക്കില്ലേ അതുണ്ട്. ഇതിൻ്റെ എന്തെല്ലോ പേരുണ്ട്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. ചക്ക അതിൻ്റെ എല്ലാ പേരും സംഭവങ്ങളെല്ലാം അറിയാം. ഇനിയിപ്പോൾ കുറേ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവ. പിന്നെ നമ്മളെ ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇൻസ്റ്റ നോക്കിയവർ ചോദിക്കലുണ്ട് യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ നോക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾ വെറുതെ നോക്കിയിട്ട് പോയെങ്കിൽ പോരാ, ലൈക്ക് കൂടണം
കമൻറ്റ് ഇടണം. കമൻറ്റെല്ലാം കണ്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വായിച്ചുകൊണ്ടായി. അപ്പോൾ ആരോ വെച്ചില്ലേ കമൻറ്റ് വായിക്കുമ്പോൾ വാങ്ങില്ല എന്ന്. വായിക്കണമെങ്കിൽ നിങ്ങൾ പറയാവാ, ഞാൻ വായിക്കാം കമൻറ്റ്. നിങ്ങളെ റിപ്ലൈ ഇങ്ങനെ ഇതിൽ പറയുമ്പോൾ നല്ല വാങ്ങാന്നില്ലേ, ഞങ്ങൾക്ക് നല്ല വാങ്ങുന്നുണ്ട്. പക്ഷേ ആരോ പറഞ്ഞു കമൻറ്റ് വായിക്കേണ്ടതെന്ന്. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വായിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇടയിലൊരു കേക്ക് ഉണ്ടായി ടൂട്ടയറിൻ്റെ, അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടായിട്ട് ഓർമ്മ വന്നിട്ട് അമ്മ കൊണ്ടുപോയതാണ്. അങ്ങനെ അപ്പോൾ ഇനി നാളത്തെ വീഡിയോ എന്താ പറയുമോ, നമ്മളെ ചിച്ചുമോളെ മുട്ടായി കൊടുക്കൽ ചടങ്ങ് നല്ല അടിപൊളി ഫംഗ്ഷനാണ്, നല്ല മജയുണ്ടായിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാർട്ട് 2 ആയിട്ട് അത് കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.